നമസ്കാരം. ഇത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയുടെ പോസ്റ്ററാണ്. ഇനി കാണുന്നത് വാഴ 2വിൻ്റെ പോസ്റ്റർ. വാഴ 2വിലെ ഒരു വ്യത്യസ്തമായ കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നത്. എന്നാൽ അതിലേക്ക് കടക്കും മുമ്പ് മറ്റൊന്ന് പറയാനുണ്ട്. അതാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ലോഹിത് ദാസ് തിരക്കഥ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ. അതിലെ രണ്ട് കഥാപാത്രങ്ങളാണ് തിലകന്റെ തോമാച്ചൻ, അയാളുടെ മകൻ ജയറാമിന്റെ റോയിച്ചൻ. റോയിച്ചൻ എന്ന മകന്റെ മണ്ടൻ ആഗ്രഹങ്ങൾ, അച്ഛൻ തോമാച്ചൻ പറയുന്നതൊന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, പരാജയപ്പെടുന്നു, ഒടുക്കം പണ്ടാരമടങ്ങി അച്ഛനെ കീഴടങ്ങി ആ വഴിക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ക്ലൈമാക്സിൽ ആ തിരിച്ചറിവോടെ, ശുഭം എന്ന കാഴ്ചപ്പാടോടെ സിനിമ അവസാനിപ്പിക്കുന്നു. പഴയ തലമുറ ആഹാ, പുതിയ തലമുറ ഛേ മോശം, ഇതാണ് ഉള്ളടക്കം. നമ്മുടെ ചില വിശുദ്ധമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പാരമ്പര്യ ധാരണകൾ, അച്ഛൻ, അമ്മ, ഗുരു എന്നെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തുകയും വിമർശനത്തിന് അതീതമായി നമ്മൾ വിശുദ്ധമായി ആരാധിക്കണം എന്ന് പറയുകയും എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അതിൽ നിന്നും വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ പലരും പുലർത്തുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യ രീതിയുണ്ട്. അവരുടെ സമീപനങ്ങളെ, അത്തരം രീതികളെ വിമർശനാത്മകമായി കാണാൻ നമ്മൾ തയ്യാറാകാറില്ല. അപൂർവം അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മാതിരി വീട്ടുകാര്യങ്ങൾക്ക് മേൽ ഒരു കനത്ത ആഘാതമുണ്ടാക്കിയ സിനിമയാണ് വാഴ 2. അതായത് പുതിയ തലമുറയുടെ റോൾ സമൂഹത്തിൽ എന്താണ്, പഴയ തലമുറ എല്ലാം പൂർണ്ണമാണ്, പുതിയ തലമുറ എല്ലാം മോശമാണ് എന്ന സങ്കല്പത്തെ പൊളിച്ച് എഴുതുന്ന ഒരു സിനിമ. അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അപ്പൻ തോമാച്ചൻ വാഴയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. പുതിയ തലമുറ മൊത്തം പ്രശ്നക്കാരാണ്. അപ്പനപ്പൂപ്പന്മാർ പറഞ്ഞ ഒന്നും കേൾക്കാതെ മുമ്പോട്ട് പോകുന്നവർ എന്തൊരു കഷ്ടമാണ്, സമൂഹത്തിന് ദോഷമാണ് എന്ന കാഴ്ചയെ പൊളിച്ചെടുക്കുകയാണ്. എന്നാൽ ഒരു കൂട്ടരെയും അടച്ചാക്ഷേപിക്കുന്നില്ല എന്നത് മാത്രമല്ല, പുതിയ തലമുറയുടെ പ്രശ്നങ്ങളെ ഗൗരവതരമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് രസകരം. വാഴയിലെ അജിനെയും അച്ഛനെയും നോക്കൂ. മക്കൾ പെട്ടെന്ന് ദുബായിലോ എവിടെയെങ്കിലും ഒക്കെ പോയി പണിയെടുത്ത് വീട്ടിലെ ബാധ്യതകളെല്ലാം തീർത്ത് ഏറ്റെടുത്ത് നടത്തണം എന്ന് മനസാക്ഷിയില്ലാതെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. ആ അച്ഛനുമായുള്ള മകൻ്റെ സംഘർഷം, ആ മകൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെ, വിദ്യാഭ്യാസത്തെ ഒന്നും നോക്കാതെ തൊഴിലിലേക്ക് തള്ളിവിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം. അവിടെ ആരാണ് ശരി എന്ന് തിരിച്ചറിയുന്നുണ്ട്. വൈകിയാണെങ്കിലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ലോഹിതദാസും സത്യൻ അന്തിക്കാടും മുന്നോട്ട് വെച്ച അക്കാലത്ത് മേൽക്കൈ നേടിയ പരമ്പരാഗത ധാരണയെ പൊളിക്കുകയാണ്. പുതിയ തലമുറയ്ക്കെതിരായ ഏകപക്ഷീയമായ ആഖ്യാനങ്ങളെ തകർക്കുകയാണ് സവിൻ സായും വിപിൻ ദാസും വാഴ 2വിലൂടെ. നമ്മുടെ ഭൂരിപക്ഷ പൊതുബോധത്തിന് മേൽ കനത്ത ആഘാതമാണ് അവരേൽപ്പിക്കുന്നത്. സാഹോദര്യം, സ്നേഹം, രക്ഷാകർതൃത്വം തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളെ ഇഴകീറി പരിശോധിക്കുകയും അത് പരിഗണിക്കുന്നതിൽ നമ്മുടെ ഭൂരിപക്ഷ പാരമ്പര്യ ധാരണയ്ക്ക്, ബോധത്തിന് പിഴവ് പറ്റിയെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ പൊതുബോധത്തിൽ പുതുതലമുറയുടെ മൊത്തം കള്ളും കഞ്ചാവും അടിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നവരാണ് എന്ന ധാരണ നിലനിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോരോ കോഴ്സും കഴിച്ച് പണവും ചെലവാക്കി വിദേശങ്ങളിൽ പോയി സുഖിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ പുതിയ തലമുറ അങ്ങനെ വ്യത്യസ്തമായി നിലനിൽക്കുന്നു എന്ന് വാഴ 2 അടയാളപ്പെടുത്തുകയാണ്. വികസിത രാഷ്ട്രങ്ങളിൽ ചേക്കേറുന്നവരെക്കുറിച്ചും പലപ്പോഴും പരാതികൾ ഉന്നയിക്കാറുണ്ട്. അച്ഛനെയും അമ്മയെയും നാട്ടിലാക്കിയിട്ട് അവന്മാരവിടെ സുഖിക്കുകയല്ലേ എന്നൊക്കെ. യഥാർത്ഥത്തിൽ മാധ്യമ നരേറ്റീവുകൾക്കും പൊതുബോധ സൃഷ്ടികൾക്കും അപ്പുറത്ത് പലരുടെ വാക്ക് കേട്ട് UK-യിലും കാനഡയിലും എല്ലാം പോകുന്ന യുവാക്കളിൽ പലരും അവരുടെ നാടിനോടും ചുറ്റുപാടിനോടും വീട്ടുകാരോടും സ്നേഹം ഉള്ള സൗഹൃദങ്ങളോടും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ആണ് അവിടേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ എത്തിയിട്ടോ പലരും നിരാശയിലേക്ക് തള്ളപ്പെടുന്നു. അത് പലരും കാണാറില്ല. അപവാദങ്ങളുണ്ട് എന്ന് മറക്കുന്നില്ല. ലോകത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെടുന്നതാണ് എന്നത് കേവലം കാൽപ്പനിക വർത്തമാനമല്ല, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് പലരെ സംബന്ധിച്ചും. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പഴയ തലമുറയെക്കുറിച്ചും മറ്റും ഉണ്ടാക്കിയ ചില പൊതുധാരണകളുടെ പുറത്ത് പുതിയ തലമുറയെ അടിച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് മുഖ്യധാര പുലർത്തുന്നത്. അത് വാഴ 2 പൊളിച്ചു കളയുന്നു. ലഹരിക്ക് പിന്നാലെ പോകുന്ന തലമുറയെക്കുറിച്ചുള്ളതാണ് അടുത്തത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആവശ്യത്തിന് ഫുഡില്ലേ, പുസ്തകമില്ലേ, നല്ല സ്കൂളിൽ ചേർത്തില്ലേ എന്നൊക്കെ പറയുന്നതല്ലാതെ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും എത്തിപ്പിടിക്കാൻ അവരെ സമ്മതിക്കുന്നുണ്ടോ, പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് കൂട്ടുകാരുണ്ടോ? വീട്ടിലെത്തിയാൽ രക്ഷിതാക്കളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അന്തരീക്ഷമുണ്ടോ? കളിക്കാൻ മൈതാനമുണ്ടോ? കൂടിയിരിക്കാൻ ഒരു സ്ഥലമുണ്ടോ? വായനശാലയോ കലുങ്കുകളോ സൗകര്യങ്ങളോ നൽകുന്നുണ്ടോ? പഴയ തലമുറ അനുഭവിച്ച എന്തെല്ലാം സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല? വല്ലതും ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ പറയും അവർ ഫുൾ ടൈം മൊബൈലിലാണ്, അവർ കഞ്ചാവ് പിടിക്കുകയാണ്. മൊബൈൽ പഠിക്കുന്നത് കണ്ടാൽ പോലും പറയും നമ്മൾ അവരെ ഒരു കെണിയിലേക്ക് തള്ളിവിട്ടിട്ട് അവൻ സ്വയം കെണിയിൽ ചാടി എന്ന പോലെ പറയും. യഥാർത്ഥത്തിൽ പുതുതലമുറ അങ്ങനെ അല്ല. ഫോണും ലഹരിയും മാത്രം അഭയമായി നടക്കുന്ന ഒരു തലമുറയല്ല എന്ന് നമ്മുടെ സമൂഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്.
കേരളത്തിൽ മഹാമാരികൾ വന്നപ്പോൾ നിപ്പ, പ്രളയം, കോവിഡ് ഇതൊക്കെ വന്നപ്പോൾ, ഒടുവിൽ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോഴൊക്കെ പുതിയ തലമുറ എങ്ങനെ പെരുമാറി എന്നതിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. എന്നാൽ നമ്മുടെ മുഖ്യധാര അതങ്ങ് പൂർണ്ണമായി സമ്മതിച്ചേരില്ല. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുതിയ തലമുറ വെറും പോക്കാണ്, പണ്ടൊക്കെ എന്തായിരുന്നു എന്ന കാഴ്ചയാണ്. വാഴ 2 അതിന് നല്ലൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. വാഴയിൽ അലൻ സഹോദരി അഷ്നയുമായുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. ഉത്തരവാദിത്ത രഹിതം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ രംഗം നമ്മുടെ ചുറ്റുപാടുകളിലെ ചില ജീവിതങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പ്രാഥമികമായി വൈകാരിക സംഘർഷം, ചേട്ടൻ്റെ ആണീഗോ എന്നെല്ലാം നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുമെങ്കിലും പിന്നെ ആ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ അവർ തരണം ചെയ്യുന്നുണ്ട്. അവിടെ അലൻ തിരിച്ചറിയുന്നു എൻ്റെ റോൾ എന്താണ് എന്ന്. പുതിയ തലമുറ അലനെ പോലെയാണ് ഭൂരിഭാഗവും. ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറഞ്ഞ് അലനങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറാൻ ഇറങ്ങിത്തിരിക്കുകയാണ് പരസ്പരം. കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സാഹോദര്യത്തിൻ്റെ ആഴത്തിലുള്ള ബലം എത്രത്തോളമാണ് എന്ന് ന്യൂ ജനറേഷനെ വെച്ച് സവിൻസയും വിപിൻ ദാസും കാണിച്ചു തരികയാണ് ചെയ്തത്. UK നിസ്സഹായനായി നിൽക്കുമ്പോൾ നാട്ടിൽ അച്ഛൻ ഷിയാസിൻ്റെ സുരക്ഷിതത്വത്തിനായി ആകുലപ്പെടുന്ന അലൻ തികച്ചും വ്യത്യസ്തനാണ്. അലൻ്റെ അച്ഛനും സുധീഷ് അവതരിപ്പിക്കുന്ന ഷിയാസ് പഴയ തലമുറയുടെ പുതുമൂല്യങ്ങളുടെ പ്രാതിനിധ്യമാണ്. പുതിയ പിള്ളേരൊക്കെ പോക്കാന്ന് പറയുന്ന പൊടി പിടിച്ച ചിന്തയുടെ നേർവിപരീതമല്ല സവിൻസയും വിപിൻ ദാസും മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഷിയാസിൻ്റെ മൂല്യങ്ങളുടെ ബലത്തിലാണ് അലൻ മുന്നോട്ട് പോകുന്നത്. സ്നേഹവും സാഹോദര്യവും കൊടുക്കൽ വാങ്ങലിൻ്റെ കൂടി മികവിലാണ് മുന്നോട്ട് പോവുക എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇതേസമയം തന്നെ നാട്ടിൽ പലവിധ കുറ്റപ്പെടുത്തലുകൾക്കും അപവാദങ്ങൾക്കും ചാപ്പയടിക്കും വിധേയനായി ജീവിക്കേണ്ടി വരുമ്പോഴും അതിനെല്ലാം അതിജീവിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തുന്ന ഹാഷിറിൻ്റെ കഥാപാത്രം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പിന്നെ അവൻ ജീവിതാവസാനം വരെ കുറ്റവാളിയാക്കപ്പെട്ട് നിർവൃതി അടയുന്ന സമൂഹത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാഴ്ച നമ്മുടെ നേതൃത്വങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ്. അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുമപ്പുറത്ത് അവർ അധ്വാനിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ സാഹചര്യങ്ങളിലെ അത്യാധുനിക സാധ്യതകളെ ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനും ജോലിക്കും എന്തിന് വീട്ടിലേക്ക് മരുന്ന് വാങ്ങാൻ പോലും അവർക്ക് അവരുടേതായ വഴികളുണ്ട്. എന്നാൽ അമ്മാവൻ സിൻഡ്രോമിൻ്റെ പഴയകാല ജീർണതയിൽ മുഴുകി നമ്മൾ അവരെ നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് തീർത്ത് കളയും. അപവാദങ്ങളുണ്ട്. ഈ അവസ്ഥയാണ് വാഴ 2 നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവരുടെ അസ്വസ്ഥതകൾ വാഴ 2 ഇറങ്ങുന്ന കാലത്തെ പുതുതലമുറയുടേത് മാത്രമായിരിക്കില്ല. എല്ലാ കാലത്തെയും സമൂഹത്തെ നയിച്ച തലമുറകൾ ഈ പ്രതിസന്ധി അതിജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു വഴിക്കാകുമ്പോൾ, മുതിരുമ്പോൾ ആ തലമുറയും മാറും. എന്നിട്ട് അവർ പറയും ഈ പിള്ളേരൊക്കെ എന്തിന് കൊള്ളാം എന്ന്. ഏത് പുതിയ തലമുറയെക്കുറിച്ച്. എന്നാൽ അവരനുഭവിച്ച സഹനങ്ങൾ എല്ലാ കാലത്തും ഓർമ്മിക്കേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകും. മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ വെറും കഥകളായി, കെട്ടുകഥകളായി തോന്നുന്നത് ഒരു പൊതു സ്വഭാവമാണ് മനുഷ്യൻ്റെ. മാറിയ തലമുറകളുടേതാകുമ്പോൾ പിന്നെ പറയുകയേ വേണ്ട. അങ്ങനെ ആയിരിക്കാം അതൊരു പാരമ്പര്യ ധാരണയായി മാറുന്നത്. പഴയകാലം ആഹാ, പുതിയ കാലം മോശം എന്ന്. എന്തായാലും വാഴ 2 അത്തരം പതിവ് ധാരണകളെ പൊളിക്കുകയാണ്. തലമുറ പുതിയതായാലും പഴയതായാലും മൂല്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ മൂല്യത്തിലേക്ക് അവരെത്തിപ്പെടാൻ ചുറ്റുപാടുകൾ പ്രധാനമാണ്. ആ 4 യുവാക്കൾ ഒരു തലമുറയുടെ പ്രതിനിധികളായി തലയുയർത്തി നിൽക്കുമ്പോൾ ആ സിനിമയിലെ മാത്രം കാഴ്ചയായത് മാറുന്നില്ല. ന്യൂ ജനറേഷൻ്റെ ആകെ പ്രാതിനിധ്യം ഒരു പരിശോധന അതിൽ നടത്തുന്നു എന്നതും വാഴ 2വിൻ്റെ മികവിൻ്റെ വിജയമാണ്. നന്ദി, നമസ്കാരം.